ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു, നന്ദി, കൃതജ്ഞത, അതാണ് വിഷയം. നമ്മൾ പലപ്പോഴും നന്ദി പറയാൻ മറന്നു പോകുന്നു. എൻ്റെ ജീവിതത്തിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ നന്ദി പറച്ചിൽ ലേശം കുറവാണ്. അതെനിക്ക് തോന്നുന്നത് ചിലപ്പം ഈ ടോപ്പിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി വരാനുള്ള കാരണം ഇത് എൻ്റെ അസസ്മെൻ്റ് ആട്ടോ. ഞാനൊരു നിരീശ്വരവാദിയാണ്, ഈശ്വരവിശ്വാസമില്ല, മതമില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും എന്നെ കമ്പയർ ചെയ്യാറുണ്ട് ഒരു ഈശ്വരവിശ്വാസമുള്ള മതമുള്ളൊരു വ്യക്തിയൊക്കെ ആയിട്ട്. ഇനി മതമില്ലാതെയും ഈശ്വരവിശ്വാസത്തിൻ്റെ ഒരു ഹയ്യർ പവറിനെ വിശ്വാസമൊക്കെ ഉള്ള ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ കമ്പയർ ചെയ്യാറുണ്ട് എൻ്റെ ലൈഫ് സ്റ്റൈല്, ഞാൻ ചിന്തിക്കുന്ന രീതി, അവർ ചിന്തിക്കുന്ന രീതി. ഈ നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് ഒരു വലിയൊരു ഫാക്ടറായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അതായത് ഒരു ഈശ്വര വിശ്വാസിക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്തോ ആ സമയത്തൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ്, അതായത് ഈ ജീവിതത്തിന് നന്ദി പറയേണ്ട ആവശ്യമുണ്ട്, ഒരു സൂപ്പർ പവർ ഉണ്ട്, ടു ഹും ഐ ഓ എവറിത്തിങ് എന്നുള്ളൊരു ഫീലിംഗ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ല. അങ്ങനെ ഒരു നന്ദി പറച്ചിലിൻ്റെ അല്ലെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ നിങ്ങൾ എന്നെ ഉണ്ടാക്കി അതുകൊണ്ട് ഞാൻ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, അങ്ങനത്തെ സംഭവങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലില്ല. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ബാക്കി കാര്യങ്ങളോടും ഒരു നന്ദിയില്ലായ്മ ഇടയ്ക്കുണ്ടോ എന്നുള്ളത് ഞാൻ ഇടയ്ക്ക് സ്വയം വിശകലനം ചെയ്ത് നോക്കാറുണ്ട്. അതായത് എന്തോ അങ്ങനെ നന്ദി പറയേണ്ടതെന്ന് ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ. അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടായിരിക്കാം. അതിട്ടോ എല്ലാം കഴിവിൻ്റെ മുകളിലാണ്, അതിൽ പ്രത്യേകിച്ചൊരു നന്ദി പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ധാരാളം ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ശരിക്കെന്തോ നന്ദി പറയണം എന്നുള്ള തോട്ട് പ്രോസസ്സുകാരനാണ് ഞാൻ. വിശ്വാസി അല്ലാത്തതുകൊണ്ട് ഈശ്വരനോട് നന്ദി പറയുക എന്നുള്ളൊരു സംഭവമില്ല. പക്ഷെ നമ്മളുടെ ഈ ലോകത്തുള്ള ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അതിന് കാരണക്കാരായിട്ടുള്ള ധാരാളം ആൾക്കാർ, ധാരാളം കാര്യങ്ങൾ, മനുഷ്യരെന്നല്ല അല്ലാതെ തന്നെ ധാരാളം കാര്യങ്ങൾ ഈ ലോകത്ത് ഉണ്ട് നമുക്ക് നന്ദി രേഖപ്പെടുത്താൻ എന്നുള്ളത് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതും കൂടെ കൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് എനിക്ക് ഐ തിങ്ക് ദിസ് ടോപ്പിക് ഈസ് വെരി റിലവൻറ്റ് ടു മീ. പിന്നെ മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ആവശ്യത്തിന് നന്ദി പറഞ്ഞിട്ടില്ല എന്നും ഇപ്പോഴും പറയുന്നില്ല എന്നും കൂടി ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നമുക്ക് ജോൺ എഫ് കെന്നഡിൻ്റെ ഒരു കോട്ട് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ആ കോട്ടിൽ കൂടി നമുക്കൊന്ന് യാത്ര ചെയ്ത് നോക്കാം. ആസ് വി എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് വി മസ്റ്റ് നെവർ ഫൊർഗെറ്റ് ദാറ്റ് ദ ഹയസ്റ്റ് അപ്രീഷിയേഷൻ ഇസ് നോട്ട് ടു അട്ടർ ദ വേർഡ് ബട്ട് ടു ലിവ് ബൈ ദാറ്റ്. നമ്മൾ താങ്ക് യു പറയുമ്പോഴൊക്കെ ആ വാക്ക് പറയുക, ആ പ്രയോഗം എന്നുള്ളതല്ല, പക്ഷേ നമുക്കതിനനുസരിച്ച് ജീവിക്കാൻ പറ്റും. മനസ്സ് തട്ടിയിട്ടാണോ ഇതൊക്കെ പറയുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു ചടങ്ങ് പോലെ താങ്ക് യു പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ ചടങ്ങല്ലാണ്ട് എൻ്റെ മനസ്സ് തട്ടി, അപ്പോൾ ചിലപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളത്തിലൊക്കെ ഞാൻ ജീവിക്കുന്ന സമയത്ത് നന്ദി എന്നുള്ളത് എൻ്റെ ഒരു വൊക്കാബിൻ്റെ ഭാഗമായിരുന്നില്ല. എൻ്റെ ഒരു ഭാഷയുടെ, മലയാളത്തിൽ ഞാൻ പറയുമ്പം താങ്ക്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നന്ദി എന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ട് നന്ദി പറയുന്നു, നന്ദി എന്നൊക്കെ എഴുതുമ്പോഴൊക്കെ അല്ലാണ്ട് ഒരു ഭാഷയുടെ ഭാഗമായിട്ട് നന്ദി താങ്ക് യു കേട്ടോ പറയാറുണ്ട്. യെസ്, പക്ഷെ എന്നാലും ആ പ്രയോഗം വളരെ കുറവായിരുന്നു ഞാൻ കേരളത്തിലുള്ളപ്പോൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കേരളമൊക്കെ വിട്ട് ജോലിക്കായി ഇന്ത്യൻ്റെ മറ്റു ഭാഗങ്ങളിലും പിന്നെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ജോലി എടുക്കാൻ തുടങ്ങിയപ്പോൾ താങ്ക് യു എന്നുള്ളത് ഒരു സ്വഭാവത്തിൻ്റെ, ഒരു ഹാബിറ്റിൻ്റെ, ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അപ്പോഴും അതൊരു കൾച്ചറിൻ്റെയും ഹാബിറ്റിൻ്റെയും ഭാഗമായി മാറി എന്നല്ലാണ്ട് അത് എൻ്റെ അത് മനസ്സിൽ തട്ടിയിട്ടാണോ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. ബട്ട് എനിക്ക് തോന്നുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us ടു സീ ഇഫ് വി ക്യാൻ ലിവ് ബൈ ദ ഗ്രാറ്റിറ്റ്യൂഡ് ദാറ്റ് വി ഹാവ്. നാളത്തെ എൻ്റെ ജീവിതം വിൽ ഇറ്റ് ബി എ ലൈഫ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്? ഇന്നത്തെ എൻ്റെ ജീവിതം വിൽ ഇറ്റ് ബി എ ലൈഫ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ചോദ്യങ്ങൾ 4-5 പോയിൻ്റ് കൂടെ നമുക്ക് നീങ്ങാം. ആദ്യത്തേത് കീപ്പ് എ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്നുള്ളതാണ്. ഈ ജേണൽ എഴുതുക പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എങ്ങനെ എഴുതാം? നമുക്ക് താങ്ക് യു പറയുക, നമുക്ക് നന്ദി എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും നമുക്ക് നന്ദി പറയാനുള്ള, കൃതജ്ഞത തോന്നുന്ന കാര്യങ്ങൾ
നമ്മൾ നോട്ട് ചെയ്യുക, എഴുതുക. അതിനുവേണ്ടി നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരു സമയം നമ്മൾ ചിലവാക്കുക എന്നുള്ളതാണ്. അപ്പം മാത്രമല്ല, നമ്മൾ എഴുതി കഴിയുമ്പം നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ജീവിതത്തിൽ ടു ബി താങ്ക്ഫുൾ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് നമ്മളെ ജീവിതം വിചാരിച്ചത്ര മോശമല്ല എന്നൊക്കെ ഒരു തോന്നലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എങ്ങനെയാണ് ഒരു ജേണൽ വയ്ക്കാം? ഒരു ജേണൽ വയ്ക്കുക വളരെ പേഴ്സണലൈസ് ആയിട്ടുള്ളൊരു ജേണൽ വയ്ക്കുക. നമ്മൾ പേഴ്സണലൈസ് ആയിട്ട് എഴുതുക. ഒരു കഷ്ണം കടലാസിൽ നിന്നുള്ളതല്ല, ഒരു പുസ്തകത്തിൽ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു ഇവിടെ എന്തെങ്കിലും ഒരു പുസ്തകം ഉണ്ടോ എനിക്ക് ഉപയോഗിച്ച് ഒരു ജേണലാക്കാൻ വേണ്ടിയിട്ടുള്ളത്. എന്തെങ്കിലും ഒരു പുസ്തകം മതി, എന്തെങ്കിലും ഒരു പുസ്തകം എടുത്തിട്ട് എഴുതി തുടങ്ങാം. അതിപ്പോൾ എല്ലാ ദിവസവും വേണമെന്നില്ല, ആഴ്ചയിൽ ഒരിക്കലായാലും മതി, അല്ല എപ്പോഴെങ്കിലും നന്ദി പറയണം എന്നുള്ളപ്പോൾ ആ പുസ്തകം തുറന്നിട്ട് എഴുതുക. ഞാൻ ആ ഒരു ആക്ടിവിറ്റി തുടങ്ങാനുള്ളൊരു പ്ലാനുണ്ട്. ലെറ്റ്സ് സീ ഹൗ ദാറ്റ് ഗോസ്. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ കൺസിസ്റ്റൻ്റായി എഴുതണം എന്നുള്ളതാണ് ഒരു പറയുന്നൊരു സംഭവം. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് നമ്മളുടെ സ്വഭാവത്തെയും നമ്മളെ കാഴ്ചപ്പാടുകളെയും മാറ്റാൻ സാധ്യതയുണ്ട്. ലോകം ശരിയില്ല, എല്ലാവരും എന്നെ ബുദ്ധിമുട്ടിക്കുന്നു, എന്നെ ഭയങ്കര പ്രശ്നമാണ്, അത് ഇത് ചിന്തിക്കുന്നതിന് പകരം അത് ഐ എം താങ്ക്ഫുൾ ഫോർ ദാറ്റ്, ഐ എം താങ്ക്ഫുൾ ഫോർ ദിസ് എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ദർ മൈറ്റ് ബി എ ബെറ്റർ വേ ഓഫ് ലുക്കിംഗ് തിങ്സ്. അറ്റ്ലീസ്റ്റ് 3-4 കാര്യങ്ങൾ എഴുതുക എന്നുള്ളതാണ്. എന്തെങ്കിലും നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് സന്തോഷം നൽകിയ, നമുക്ക് നന്ദി പറയേണ്ടതായിട്ടുള്ള ഇന്ന വ്യക്തിനോട് നിന്നല്ല, ജസ്റ്റ് നന്ദി പറഞ്ഞാൽ മതി. ജസ്റ്റ് ബീങ് ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് വി ഹാവ് കൈൻഡ് ഓഫ് സ്റ്റഫ്. പിന്നുള്ളൊരു പോയിൻ്റ്, താങ്ക് യു നോട്ട്സ് ഫോർ പീപ്പിൾ. അങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഒരു താങ്ക് യു നോട്ട് എന്ന് പറഞ്ഞ സമയത്ത് ഗെറ്റ് വെൽ നോട്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ കാർഡുകളുടെ, ഇപ്പം നാട്ടിലും ധാരാളം ഉണ്ടായിരിക്കാൻ മതി, താങ്ക് യു നോട്ട് ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് അവരൊരു എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു താങ്ക് യു നോട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് താങ്ക് യു നോട്ട് കൊടുക്കാൻ പറ്റുന്ന ധാരാളം ആൾക്കാർ എൻ്റെ ജോലി സ്ഥലത്തൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ചെയ്യുന്നില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ? ആണ്. ഞാനിപ്പോൾ നാളെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഇപ്പം തന്നെ ഒരു 4 ആൾക്കാർ വരുന്നുണ്ട് എന്നെ സഹായിച്ചിട്ട് എനിക്ക് താങ്ക് യു പറയാൻ വേണ്ടിയിട്ടില്ല. ഈ 4 ആൾക്കാരോടും ഞാൻ താങ്ക് യു പറഞ്ഞിട്ടില്ല. അത് ഐ തിങ്ക് ഐ ഷുഡ് സ്റ്റാർട്ട് റൈറ്റിംഗ് താങ്ക് യു നോട്ട് ഫോർ ദം. അടുത്ത പോയിൻ്റ്, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ സ്മോൾ തിങ്സ്. ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ നന്ദി രേഖപ്പെടുത്തുക. എന്താ ചെറിയ കാര്യങ്ങൾ? ബ്രീത്ത്, നമ്മളെ ശ്വാസം വലിക്കാൻ പറ്റുന്നുണ്ട്, ശ്വാസം മുട്ടലില്ല. അതേപോലെ ഉറക്കം നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ വളരെ സിമ്പിൾ സാധനമാണ്, നമ്മൾ വളരെ നാച്ചുറലായിട്ട് എടുക്കുന്ന സാധനമാണ്. ചിലവരുടെ കൈൻഡ്നെസ്, പെറ്റ്സ്, നിങ്ങൾ പെറ്റ്സ് ഉണ്ട് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ ആ പെറ്റ് ഉണ്ട് എന്നുള്ളത് ഒരു താങ്ക്ഫുൾ ആവാനുള്ള സംഭവമാണ്. കാരണം ആ പെറ്റുമായിട്ടുള്ള ബന്ധം, സ്നേഹം, പിന്നെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് യു ഷുഡ് ബി താങ്ക്ഫുൾ. വലിയ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ വി ഷുഡ് ബി താങ്ക്ഫുൾ, അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്ദി പ്രകടിപ്പിക്കാനും താങ്ക്ഫുൾ ആവാനും ഗ്രേറ്റ്ഫുൾ ആവാനും ഒക്കെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ പലതും നമ്മൾ നോർമലൈസ് ചെയ്തിട്ടുണ്ട്, നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല. അത് ശ്വാസത്തിനെ പറ്റി എന്താ അത്ര പറയാനുള്ളത്? ശ്വാസം എത്ര പ്രാവശ്യം നമ്മൾ വലിക്കുന്നുണ്ട് വിടുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ നമുക്ക് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാത്രമേ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാവുന്നുള്ളൂ. പലതും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവേണ്ട പല കാര്യങ്ങളും നമ്മൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഗ്രേറ്റ്ഫുൾ ആവാൻ പഠിക്കുക എന്നുള്ളതാണ്. ഷെയർ യുവർ അപ്രീഷിയേഷൻ ഫോർ അതേഴ്സ്. മറ്റുള്ളവരോട് ഒരു ചെറിയൊരു തോട്ട് പ്രോസസ് പോകാം നമുക്ക്. അതായത് നമ്മളിപ്പോൾ ഓഫീസിൽ ജോലി എടുക്കാൻ പോകണം, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ പോകണം, ഒരാൾ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരണം. അയാൾ ജോലിയുടെ ഭാഗമായിരിക്കും അയാൾ ചെയ്യുന്ന സംഭവം. പക്ഷെ നമ്മൾ ചിലപ്പം അയാളുടെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യില്ല. ബാർബർ ഷോപ്പിൽ പോയി
നമ്മൾ മുടി വെട്ടി, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. നമ്മൾ പൈസ കൊടുക്കുന്നു, അയാളുടെ ജോലി ചെയ്യുന്നു എന്നുള്ളതല്ലാണ്ട് അയാൾക്ക് ജോലി നല്ല രീതിയിലും ചെയ്യാം, മോശമായിട്ടും ചെയ്യാം. നമ്മൾ പലപ്പോഴും ഇപ്പം മുടി വെട്ടാൻ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ മുടി ശരിക്കും വെട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടും. നന്നായി വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമൊന്നും വരില്ല. നമ്മളിങ്ങനെ കണ്ണാടിയൊക്കെ നോക്കി നമ്മൾ മുഖം നോക്കുമ്പോൾ മുടി വെട്ടിയ ആളെ അല്ല നമ്മൾ ആലോചിക്കണേ, നമ്മൾ ഞാനെന്തൊരു സുന്ദരൻ എന്നുള്ള ലൈനാണ് അല്ലേ. അതും നമ്മളെ ഏമാത്രം. ഒരാൾ മുടി വെട്ടിയതുകൊണ്ടാണ് നമ്മളെ കണ്ണാടിയിൽ നോക്കാൻ കൊള്ളുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുന്നില്ല. മുടി വെട്ടിയ നിങ്ങൾക്ക് നമ്മൾ മുടി വെട്ടിയ ആളെ കണ്ടില്ല, നിങ്ങളൊക്കെ ഭാഗ്യവാൻ, എൻ്റെയൊക്കെ മുടി വെട്ടി എന്നെ എങ്ങനെയാക്കാൻ നിങ്ങൾക്ക് പറ്റിയല്ലോ എന്നുള്ള ലൈനിലാണ്. അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റണം. ദാറ്റ് ഇഫ് യു ക്യാൻ അപ്രീഷിയേറ്റ് അതർ പീപ്പിൾ, ഐ തിങ്ക് വി ഓൾസോ വുഡ് ബി അപ്രീഷിയേറ്റഡ് ബൈ അതർ പീപ്പിൾ. പിന്നെ റിഫ്ലക്റ്റ് ചെയ്യണം നമ്മളുടെ പാസ്റ്റ് ചാലഞ്ചസിനെ കുറിച്ച്. നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, കഷ്ടതകൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാതെ തന്നെ ഒരു നന്ദി പ്രകടനം ഒക്കെ വേണ്ടി വരും. കാരണം നമ്മൾ ആ പ്രശ്നങ്ങളിലൂടെയൊക്കെ പോയിട്ടും നമ്മൾ ഇന്നും നമുക്ക് ഐ എം അലൈവ് ആൻഡ് ഹിയർ ടു ടെൽ ദ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണ്ട കാര്യമല്ലേ. നമ്മളൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹെൽത്തായിരിക്കാൻ മതി, നമുക്ക് വേണ്ടപ്പെട്ട ചില ആൾക്കാരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയതായിരിക്കാൻ മതി, പഠിത്തത്തിലുള്ള സ്ട്രഗിളായിരിക്കാൻ മതി, ജോലിയിലുള്ള സ്ട്രഗിളായിരിക്കാൻ മതി, സമൂഹത്തിൽ നിന്ന് അനുഭവപ്പെട്ട ചില കാര്യങ്ങളായിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ ചിലപ്പം മുമ്പ് അനുഭവിക്കുന്നുണ്ടാവും, ഇന്നും ചിലപ്പം ചില കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. പക്ഷെ പാസ്റ്റിലേക്ക് നോക്കിയിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടും ഇപ്പോഴും നമ്മൾ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ദാറ്റ് ഡിമാൻഡ്സ് കൈൻഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇതൊക്കെ നമ്മൾ നേരിട്ടു, നമ്മൾ ഭയങ്കര ചിന്തിക്കുന്നതിന് പകരം. അപ്പോൾ ഇവിടെയാണ് ആക്ച്വലി ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഞാനൊരു നിരീശ്വരവാദി എന്നുള്ള രീതിയിൽ പലപ്പോഴും ഞാനൊരു ഈശ്വരവിശ്വാസിയെ പറ്റി ആലോചിക്കുമ്പോൾ വളരെ ഈസിയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി പറയാൻ വളരെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നന്ദി പറയുന്ന സമയത്ത് ഈ റാഷണലായിട്ട് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നന്ദി പറയുന്ന സമയത്ത് ലാവിഷായിട്ട് നന്ദി കൊടുക്കുക. അതായത് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ കഴിവ് കൊണ്ട് മാത്രമാണ് എന്ന് ചിന്തിക്കാതിരിക്കുന്നത് നല്ലൊരു ചിന്തയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കഴിവ് വേണ്ട എന്നുള്ളതല്ല, പക്ഷെ നമ്മളുടെ കൂടെ നടക്കുന്ന എല്ലാ സാധനവും, ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ സാധനവും നടക്കുന്നത് ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. ആക്സിഡൻ്റ് ഉണ്ട്, ലക്ക് ഉണ്ട്, വേറെ ചില ആൾക്കാർ നമ്മളെ കറക്റ്റ് സമയത്ത് സഹായിച്ചത് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അനേകം ആൾക്കാരുടെ പ്രയത്നം കൊണ്ട്, അവർ അറിഞ്ഞും അറിയാതെയുമുള്ള പ്രയത്നം കൊണ്ടാണ് നമ്മളൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടുന്നത്. ഒരു ജീവിതം ജീവിച്ച് തീർക്കുന്നതിന് മുമ്പേ ആ ജീവിതത്തിൽ കിട്ടിയ സഹായങ്ങൾക്ക് നന്ദി പറയാൻ തന്നെ സമയം തികയില്ല. So, on a daily basis, if we acknowledge the gratitude, അത് നമ്മളെ ലൈഫ് കുറച്ചും കൂടെ കംപ്ലീറ്റ് ആക്കും എന്നൊരു തോട്ട് പ്രോസസ്. ഞാൻ പറയുന്ന സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഐ എം തിങ്കിങ് അലൗഡ്. ഞാൻ പറയുന്നതിനോട് യോജിപ്പുണ്ടാവാം, നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവും, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഐ തിങ്ക് ഗ്രാറ്റിറ്റ്യൂഡ് ക്യാൻ മേക്ക് അവർ ലൈഫ് ബെറ്റർ എന്നൊരു തോന്നൽ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ അതിന് മുമ്പേ ചില ചാനലുകൾ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തട്ടെ. ഇതേപോലെ ഇതിപ്പോൾ ഞാൻ അധികവും പേഴ്സണലായിട്ടും സാമൂഹികമായിട്ടും ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഔദ്യോഗികമായിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള ചില പോയിൻറ്റുകളാണ് അധികവും അജൈൽ മലയാളി എന്നുള്ള ചാനലിൽ ഷെയർ ചെയ്യുന്നത്. ഇത് രണ്ടിൻ്റെ പോഡ്കാസ്റ്റും അവൈലബിൾ ആണ് കേട്ടോ, സ്പോട്ടിഫൈയിലും ആപ്പിൾ പോഡ്കാസ്റ്റിലൊക്കെ. പിന്നെ വായനാലോകം, പുസ്തകങ്ങൾ, എല്ലാ 3 ആഴ്ച കൂടുമ്പോഴും ഓരോ പുസ്തകത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ പെൻ പോസിറ്റീവ്, ബുക്ക് പോസിറ്റീവ്, അജൈൽ പോസിറ്റീവ്. എല്ലാ ആഴ്ച ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പുസ്തകങ്ങളെക്കുറിച്ചോ കരിയറിനെക്കുറിച്ചോ അല്ലെങ്കിൽ അജൈൽ ആ മേഖലയെക്കുറിച്ചോ ഒക്കെ ഇംഗ്ലീഷിലും ഓരോ വീഡിയോസ് ഉണ്ട്. അപ്പം അവിടെയൊക്കെ കണ്ടെത്തുക. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഷോ നോട്ട്സ് കൊടുക്കുന്നുണ്ട്. ഇഫ് യു ക്യാൻ ഗോ ടേക്ക് എ ലുക്ക്. If you like what you see,
സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബി പാർട്ട് ഓഫ് മൈ ലൈഫ് അല്ലേ. അപ്പോൾ താങ്ക് യു. വളരെ അപൂർവമേ താങ്ക് യു പറയാറുള്ളൂ എന്ന് തോന്നാറുണ്ട്. കാരണം എന്നാൽ പിന്നെ അങ്ങനെ ആക്കാം എന്നുള്ളതിൽ ഒരുവിധം നന്ദിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നമ്മൾ ഒരുമിച്ചായിട്ട് കൊണ്ടുപോകുന്നൊരു പരിപാടിയാണ്. ബട്ട് എനിവേ താങ്ക് യു. എന്നാൽ പിന്നെ അങ്ങനെ ആക്കാം.